എല്ലാവർക്കും നമസ്കാരം. ഞാൻ എപ്പോഴും പറയുന്നത് പോലെ സർവ്വജീവജാലങ്ങൾക്കും സർവ്വചരാചരങ്ങൾക്കും എൻ്റെ നമസ്കാരം. അണു മുതൽ കൃമി വരെയുള്ള സർവ്വജീവജാലങ്ങൾക്കും. ഇന്ന് ഞാൻ പുതിയൊരു വിഷയമാണ് പറയുന്നത്. അതായത് നമ്മുടെ ശ്യാമപ്രസാദ് മുഖർജി, അദ്ദേഹത്തിൻ്റെ ജന്മദിനമാണ് ഇന്ന്. ജന്മവാർഷിക ദിനമാണ്. അതായത് ജൂലൈ 6. അദ്ദേഹം ജനിച്ചത് 1901 ജൂലൈ 6 ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ മരണം 1953 ജൂലൈ 23 അപ്പം നമ്മുടെ ഭാരതീയ ജനസംഘം രൂപീകരിച്ചത്, അതായത് 1951 ഭാരതീയ ജനസംഘം രൂപീകരിച്ചത് ശ്യാമപ്രസാദ് മുഖർജി ആയിരുന്നു. അദ്ദേഹം നാഷണൽ കോൺഗ്രസിൻ്റെ നെഹ്റു മന്ത്രിസഭയിലെ ക്യാബിനറ്റ് മന്ത്രിയായിരുന്നു. അദ്ദേഹം ക്യാബിനറ്റ് മന്ത്രി ആയിരിക്കവേ തന്നെ കാശ്മീർ ലയനം, അതായത് കാശ്മീർ ഇന്ത്യയോട് ലയിപ്പിക്കുന്നതുമായിട്ട് ഉള്ള വിഷയത്തിൽ നെഹ്റുവുമായിട്ട് തർക്കമുണ്ടാവുകയും അങ്ങനെ അദ്ദേഹം ക്യാബിനറ്റ് പദവി ഉപേക്ഷിക്കുകയും ചെയ്തു. അങ്ങനെ പിന്നീട് അദ്ദേഹം പല വിധത്തിലും ഹിന്ദുക്കൾക്ക് വേണ്ടിയിട്ട്, ഹിന്ദു നവോത്ഥാനത്തിന് വേണ്ടിയിട്ടും ഹിന്ദുക്കൾക്ക് വേണ്ടിയിട്ട് പല കാര്യങ്ങൾക്കും വേണ്ടിയിട്ടും അദ്ദേഹത്തിൻ്റെ ജീവിതം ഒഴിഞ്ഞു വയ്ക്കുകയും ചെയ്തിരുന്നു. ബാരിസ്റ്റർ ആയിരുന്നു അദ്ദേഹം. ശരിക്കും നമ്മുടെ മുൻകാലങ്ങളിൽ, നമ്മുടെ ഹിസ്റ്ററിയിൽ ഞാനുൾപ്പെടെ നമുക്ക് ഹിസ്റ്ററി ഉണ്ടായിരുന്നു പഠിക്കാൻ, പക്ഷേ ഇദ്ദേഹത്തെക്കുറിച്ചൊന്നും നമുക്ക് പഠിക്കാനില്ലായിരുന്നു. നമ്മളൊക്കെ ചരിത്രം പഠിക്കുമ്പോൾ ഇതൊക്കെ പഠിക്കേണ്ടതായിരുന്നു. ശ്യാമപ്രസാദ് മുഖർജിയും പണ്ഡിറ്റ് ദീനദയാൽ ശർമ്മ, ഇങ്ങനെയുള്ള ഒരുപാട് ഹിന്ദുക്കൾക്ക് വേണ്ടിയിട്ട് അഹോരാത്രം ജീവിതം ഒഴിഞ്ഞു വെച്ച മഹാരഥന്മാർ നമുക്കുണ്ടായിരുന്നു. അവരെയൊന്നും കുറിച്ച് നമ്മൾ ചരിത്രം പഠിച്ചിട്ടില്ല. അതിലൊരു മഹാത്മാവായിരുന്നു ശ്യാമപ്രസാദ് മുഖർജി. അപ്പം അദ്ദേഹം ആർട്ടിക്കിൾ 370 എന്ന് പറയുന്ന ഒരു ആർട്ടിക്കിൾ ഉണ്ടായിരുന്നു. കാരണം ഈ ആർട്ടിക്കിൾ വേണ്ടിയിട്ട് ഈ ആർട്ടിക്കിൾ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ശ്രമിച്ചതാണ് ശ്യാമപ്രസാദ് മുഖർജി. കാരണം ഈ ആർട്ടിക്കിൾ ഇല്ലാതാക്കുക എന്നായിരുന്നു ലക്ഷ്യം. കാരണം ഈ ആർട്ടിക്കിളിനകത്ത് ഹിന്ദുക്കൾ ഉണ്ടെങ്കിൽ ഹിന്ദുക്കൾക്ക് ഒരു പ്രയോജനവുമില്ലാത്ത രീതിയിൽ ഉള്ള ഒരു ആർട്ടിക്കിളായിരുന്നു അത് നശിപ്പിക്കാൻ വേണ്ടിയിട്ട് തീവ്രമായ ശ്രമം നടത്തിയെങ്കിലും അത് സാധിച്ചില്ല. അങ്ങനെയാണ് കാശ്മീർ പ്രശ്നത്തിൽ അതിൻ്റെ ഭാഗമായി അദ്ദേഹത്തെ 1953 കാശ്മീർ ജയിലിൽ അടയ്ക്കുകയും അദ്ദേഹം 23 ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ അവിടെ ആവശ്യമായ ഭക്ഷണവും ചികിത്സയും ലഭിക്കാത്തതിനെ തുടർന്ന് കാശ്മീർ ജയിലിൽ മരണപ്പെടുകയാണ് ഉണ്ടായത്. അങ്ങനെയാണ് നമ്മുടെ ശങ്കർജിയുടെ മരണം. ഇത് എല്ലാവർക്കും വളരെ സങ്കടപ്പെട്ട ഒരു മരണം തന്നെയായിരുന്നു. കാരണം അദ്ദേഹം ജീവിച്ചിരുന്നെങ്കിൽ BJP എന്ന പ്രസ്ഥാനം ഇത് വളരെ നാളുകൾക്ക് മുമ്പേ നമുക്ക് ശക്തി പ്രാപിക്കുകയും ചെയ്യുമായിരുന്നു. അദ്ദേഹം ആഗ്രഹിച്ച കാര്യങ്ങളെല്ലാം തന്നെ 2019 ഓഗസ്റ്റ് 5 നമ്മുടെ നരേന്ദ്രമോദി സഫലീകരിക്കുകയും ചെയ്തിരുന്നു. അദ്ദേഹം ആഗ്രഹിച്ച പല കാര്യങ്ങളും നടത്തുകയും ചെയ്തു. നന്ദി, നമസ്കാരം.